അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 35-ാമത്തെ ബാബ്. ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുസരിക്കണം. അങ്ങനെ മേലുള്ള കടമകൾ, ഭാര്യമാർക്കുള്ള കടമകൾ എന്നതിനെ സംബന്ധിച്ച് വിവരിച്ചു കൊണ്ട് ബാബ്. അതിൽ ഒന്നാമത്തെ ഹദീസായിട്ട് വിവരിക്കോപ്പുണ്ട്. ഹദീസ് നമ്പർ 281. വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടാക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്, ഇദാ ദഅർ റജുലു ഇംറഅതഹു ഇലാ ഫിറാശി. ഒരു ഭർത്താവ് ഭാര്യയെ അവന്റെ ഫിറാസ്, അവന്റെ ബെഡ് വിളിച്ച, ഫലം തഅതിഹി, അവൾ അവന്റെ മുട്ട വന്നില്ല, ഫബാത ഗദ്ബാന അലൈഹ, അവൻ ഓലമേലെ അർസത്തോടു കൂടി ആയിട്ട് ജാമന അവൻ ജാവിന്നത്. എന്നാൽ ലഅനത്ത് ഹൽ മലായികത്തു ഹത്താ തുസ്ബിഹ, സുബൈതോല മലക്കുങ്ങ അവൾക്ക് ലഅനത്ത് ചെയ്തത്. മുത്തഫഖുൻ അലൈഹി. അപ്പൊ എന്തായിട്ട് ഒരു ഭർത്താവ് ഭാര്യയുടെ അവന്റെ ആവശ്യത്തിൽ വിളിച്ചിട്ട് അവൾ വന്നില്ല, അപ്പൊ അവൻ അർസത്തോടു കൂടി ആയിട്ട് ഇന്നത് എന്നെങ്കിൽ അള്ളാഹുടെ മലക്കുങ്ങ അവൾക്ക് ലഅനത്ത് ചെയ്തത്. ലഅനത്ത് ചെയ്തെന്ന് ചെന്നെങ്കിൽ അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കട്ടെ എന്നായിട്ടിക്കണം. ലഅനത്ത് ചെയ്തെന്ന് അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് അങ്ങനെ ദൂറാക്കട്ടെ, ദൂറാക്കുമ്പോനായിട്ട് ചൊല്ലേ. ഇപ്പൊ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി ചൊല്ലല്ലേ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവന്റെ ദൂരീകരിക്കട്ടെ എന്നുള്ള. അപ്പൊ ഇത് അള്ളാഹുടെ റഹ്മത്തിനെങ്കിലേ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നത്. അപ്പൊ അതൊരു ലഅനത്ത് കിട്ടും. കാരണം അവൾ ഒരു മാപ്പിള പെഞ്ഞായിട്ട് വിളിച്ചിട്ട് അവൾ അവന്റെ മുട്ട പോയില്ല, അവൻ അർസത്തോടു കൂടി ആയിട്ട് അന്നത്തെ ജാവ് ഇന്നതുണ്ട് എന്നെങ്കിൽ സുബൈത്തോലം മലക്കുകൾ ലഅനത്ത് ചെയ്താറുണ്ട്. ഒർക്ക രണ്ട് വട്ടല്ല, സുബൈത്തോലം. എന്നാൽ അതേ സംബന്ധിച്ച് അതേപോലത്തെ പിന്നൊരു ഹദീസ് ഉണ്ട്. വഫീ റിവായത്തിൽ ലഹുമ, ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പിന്നെ റിപ്പോർട്ടുള്ളത്, ഇദാ ബാതത്തിൽ മർഅതു ഹാജിറതൻ ഫിറാശ സൗജിഹാ ലഅനത്തുൽ മലായികതു ഹത്താ തുസ്ബിഹ. ഒരു പെണ്ണ് ഭർത്താവുടെ പിരിപ്പ് അവൻ്റെ ഒട്ട് കിടക്കുന്നതിരെ അവൾ ദൂരത്തായിട്ട് അവൾ രാത്രി താമസിച്ചാലും കേട്ട, മാപ്പിളയുടെ മുട്ട പോയില്ല, എന്നാ അള്ളാഹുടെ മലക്കുങ്ങ സുബൈതോല ലഅനത്ത് ചെയ്തെറിയുന്നു. ഇനി വഫീ റിവായത്തിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീ നഫ്സി ബിയദി, നന്റെ നിയന്ത്രിക്കുന്ന അള്ളാഹുടെ തന്നെയാണ് സത്യം, മാമിൻ റജുലിൻ യദു ഇംറാത്തോ, ഏതൊരു ആണിങ്ങും യദു ഇംറാത്തോ അവന്റെ ഭാര്യയെ അവന്റെ പെഞ്ഞായിട്ട് അവൻ വിളിച്ച, ഇലാ ഫിറാശി, അവന്റെ ബെഡ് അവന്റെ ഒട്ട് കിടക്കുവാനായിട്ട് വിളിച്ച, ഫതഅബാ അലൈഹി, അവൻ പോയില്ല, എന്നാലോ ഇല്ല കാനല്ലദീ ഫിസ്സമാഇ സാഖിതൻ അലൈഹ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവരുടെ മേലെ ദേഷ്യപ്പെട്ട, അള്ളാഹു താല ദേഷ്യപ്പെട്ടാൻ ചൊന്നെങ്കിൽ സാധാരണ മനുഷ്യന്മാരിനങ്ങനെ ചൊണ്ട അർഷബണ്ട് എന്നുള്ളത്. അപ്പം ആ പദപ്രയോഗം എന്നല്ലാണ്ട് അള്ളാഹു താലയുടെ മനുഷ്യന്മാരെ പോലെ ഭരിക്കോ തീരാ. അപ്പോൾ ഒരു മനുഷ്യ അർസബന്നെങ്കിൽ എന്തിരാക്കട, ഒരാൾ പിന്നെ ഒരാളിട്ടി അർസബന്നെങ്കിൽ എന്തിരാക്കട, അതുകൊണ്ട് ശിക്ഷിക്കില്ലേ, അപ്പോൾ അതുക്കുള്ള ശിക്ഷ കൊടുക്കില്ലേ എന്നതുപോലെ അള്ളാഹു താലയുടെ ശിക്ഷ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ അള്ളാഹു താലക്ക് ആ ചെയ്തത് ഇഷ്ടമല്ല, അള്ളാഹു താല അവളെ മേൽ ദേഷ്യപ്പെട്ട എന്നാ ആ ചൊന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അള്ളാഹു താലക്ക് അവൾ ചെയ്ത പ്രവൃത്തി അത് ഇഷ്ടമല്ല, തൃപ്തികരമല്ല, അള്ളാഹുടെ ദേഷ്യം അവൾക്കുണ്ടാവൂ. ഹത്താ യർദാ അൻഹാ, എവിടത്തോളം കേട്ടെങ്കിൽ അവൻ മാപ്പിള തൃപ്തിപ്പെട്ടെടുത്തോളൂ. അപ്പം മാപ്പിളയുടെ ഒരു പെഞ്ഞായി അർസ പുറപ്പാട്ടിയാല് അവൻ്റെ ഒട്ട് പിണങ്ങിയാൽ അവൻ്റെ അനുസരിച്ചില്ല, അവനക്ക് അർസം വന്ന് എങ്കിൽ എന്തേ അള്ളാഹുടെ മലക്ക് ലഅനത്ത് ചെയ്തത്. ഇപ്പത്തെ ഈ ലാസ്റ്റ് ഹദീസിൽ നിന്നതോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ദേഷ്യപ്പെട്ടാൽ, അപ്പൊ അള്ളാഹുടെ ദേഷ്യം കിട്ട് എവിടത്തോളം കേട്ടെങ്കിൽ മാപ്പിള തൃപ്തിപ്പെട്ടെടുത്തോളം ഇല്ല അള്ളാഹുടെ ദേഷ്യമായിട്ട് അവളുണ്ടാവുകയും. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ മലക്ക് ലഅനത്ത് ചെയ്താറ്. മലക്ക് ലഅനത്ത് പിന്നെ സുബൈത്തോളം, അതായത് അവൻ പൊരുത്തപ്പെട്ടെടുത്തോളം, അവൻ തൃപ്തിപ്പെട്ടെടുത്തോളം. അപ്പൊ ഒരു പെണ്ണുക്ക് മാപ്പിളയുടെ തൊട്ടു പിണങ്ങുക എന്നുള്ളതും അർസത്തിലിക്കുക എന്നുള്ളതും ഒരിക്കലും അത് യോജിച്ചതല്ല. അത് ഉണ്ടായെങ്കിൽ സംഭവിക്കോപ്പോണ്ടത് എന്തേ
മലക്കുങ്ങ ലാനത്ത് ചെയ്തേ. അള്ളാഹുടെ മലക്കുങ്ങ ശാപ്പിട്ടത്, ശാപം കൊണ്ട് ദ്വാരക്കിടത്. അപ്പൊ മലക്കലെ ദ്വാരത്ത് ഉത്തരക്കിട്ടു. മാത്രല്ല അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദേഷ്യപ്പെട്ട എവിടത്തോളോ കേട്ടെങ്കിൽ മാപ്പിള തൃപ്തിപ്പെട്ട് എവിടത്തോളോ. അപ്പൊ ഒരു പെണ്ണുകൾ അവളെ ഭർത്താവിടെ പൂർണ്ണമായും അനുസരിക്കണം. നല്ല കാര്യത്തിൽ, നല്ല വിഷയത്തിൽ. തെറ്റായ കാര്യങ്ങളിൽ അനുസരിക്കുകയില്ല. ഹറാമായ കാര്യം ഭർത്താവ് ചെന്നെങ്കിൽ നിസ്കരിക്കണ്ടെന്ന് ചെന്നെങ്കിൽ ഭാര്യയെ കേൾക്കൊന്നിട്ടില്ല. നോമ്പ് പിടിക്കുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കെ, അവൾ നോമ്പ് പിടിച്ചവട്ടായിരിക്കെ, റമദാനില് നോമ്പുകാരത്തിയായിരിക്കെ, ആ സമയത്ത് തെറ്റായ കാര്യങ്ങൾക്ക് പിന്നെ നോമ്പ് പിടിക്കണത്തെ കാര്യങ്ങൾക്ക് നിർബന്ധിച്ചെങ്കിൽ അവിടെ അവൾ അനുസരിക്കേണ്ടതില്ല. അള്ളാഹും അള്ളാഹുടെ റസൂലും നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് ചെയ്യണം. അങ്ങ് ഹറാമാക്കിയ കാര്യങ്ങൾ അതൊക്കെ ആറ് ചെന്നെങ്കിലും കേൾക്കൊന്നിട്ടില്ല. അപ്പൊ അള്ളാഹും അള്ളാഹുടെ റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ, ഹലാലായ കാര്യം, അത്തരം കാര്യങ്ങളിൽ ഭർത്താക്കന്മാരെ അനുസരിക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയായിട്ടിക്കട്, ഹക്കായിട്ടിക്കട്. അതനുസരിച്ചില്ലെങ്കിലോ അള്ളാഹുടെ മലക്കര ലയനത്ത്, അള്ളാഹുടെ ദേഷ്യം എവിടത്തോളോ അത് സമാവിടെ എവിടത്തോളൂ എന്നായിട്ടിക്കട് എല്ലാ ഹദീസുകളിൽ നിന്നും മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പെഞ്ഞേക്കോർ മാപ്പിളയുടെ മേലുള്ള കടപ്പാടുകൾ ഒരുപാടുണ്ട്, അവൾ അനുസരിക്കേണ്ടതുണ്ട് എന്നായിട്ട് ഈ ഹദീസുകളിൽ നിന്ന്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഇനിയുള്ള ഹദീസുകളുണ്ട്, അടുത്ത ക്ലാസ്സിൽ കാതുകൊടുക്കാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാതുകൊടുത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു നാളൊക്കെ അവന്റെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും.